ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് യു കേരള. ഇതെന്താ ഇന്ന് ഉണ്ടാക്കുന്നത് എന്നല്ലേ? ബാ കാണാം. ഇന്ന് നമ്മളിവിടെ ഒരു ചെറിയൊരു മലയാളി ഫാമിലി ഗ്യാതറിംഗ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. യു കെയിലാണെങ്കിലും നമ്മുടെ നാട്ടിലെ ആ ഒരു വൈബ് എന്നും ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. ഇവരെ ഞാൻ ഓരോരുത്തരായി പരിചയപ്പെടുത്തുന്നില്ല, എല്ലാവരുടെ പേരും ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ടേ. യു കെയിലായാലെന്താ, നമുക്ക് ആ നാട്ടിലെ തനതായ ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലാണ് നമുക്കൊരു വൈബ് ഉണ്ടാവുക. ഞങ്ങളുടെ ഈ ഡിസ്കഷൻ എന്തിനെ കുറിച്ചാണെന്നല്ലേ, എങ്ങനെ എസ്തെറ്റിക് ആയിട്ട് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അങ്ങനെതാ കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റാക്കിയത് സജനയാണ്. നേരത്തെ ഇതാണ് ഫാമിലി ഗ്യാതറിങ്ങിലെ ഏറ്റവും നല്ല സന്തോഷമുള്ളൊരു ഭാഗം. എന്ന് വെച്ചാൽ കിഡ്സ് ആണെങ്കിലും നമ്മളാണെങ്കിലും എല്ലാവരും ഒരേ വൈബിലായിരിക്കും. The boys that were kids were playing football and doing hobbies like that, while us girls, we're just talking about stuff, staying calm. We wanted to be peaceful, but because of the boys, they did not make it peaceful. ഇവിടെ കുറച്ച് ആൾക്കാർ ഹോബീസ് ഇങ്ങനെ, ഫോർ എക്സാമ്പിൾ ഫുട്ബോൾ, ക്രിക്കറ്റ്, പിന്നെ ഒരാൾ ഇതാ അവിടെ കൈറ്റൊക്കെ ഫ്ലൈ ചെയ്യുന്നു. നിങ്ങൾക്കറിയോ ക്ലൈറ്റ് ഫ്ലൈ ചെയ്യാൻ? ഞാൻ ഇതുവരെ കൈറ്റ് ഫ്ലൈ ചെയ്തിട്ടില്ല, എവർ ഇൻ മൈ ലൈഫ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് റിയൽ ലൈഫിൽ കാണുന്നത്, പക്ഷെ കാർട്ടൂണിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നോക്ക് ഓടുന്നു. ആദ്യം തന്നെ ഞാനൊരു നന്ദി പറയണം എല്ലാവരോടും. കാരണം ആർക്കും വീഡിയോ എടുക്കണേലൊന്നും ഒരു അഭിപ്രായ വ്യത്യാസമില്ല കേട്ടോ. എല്ലാവരും ഞങ്ങളോട് ഇണങ്ങി ചേർന്നിട്ടുള്ള ഒരേ വൈബുള്ള കുറച്ച് ആൾക്കാർ. ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നമ്മളൊന്നും ടൈം പോണതേ അറിയില്ല കേട്ടോ. എല്ലാവർക്കും പലതരം കഥകളായിട്ട് പറയാനുണ്ടാവും. നാട്ടിലെ സ്റ്റോറീസ്, മെമ്മറീസ്, അതുപോലെ ഇവിടെ വന്നിട്ട് എങ്ങനെ സർവൈവ് ചെയ്തു, അങ്ങനെ പല 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 കഥകളാണ് ഓരോരുത്തർക്കും പറയാനുണ്ടാവുക. ഇവിടെ കുറച്ച് ആൾക്കാർക്കൊക്കെ ഡ്യൂട്ടി ഉള്ള കാരണം നമ്മൾ ലേറ്റായിട്ടാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ യു കെയിൽ സമ്മറാണ്, അതുകൊണ്ട് തന്നെ 9 o'clock വരെ 9:30 വരെ ഓൾമോസ്റ്റ് നമുക്ക് സൺ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഞങ്ങൾ 6:30ക്കാണ് പരിപാടി തുടങ്ങിയത്. അങ്ങനെ എല്ലാവരും വീട്ടിൽ നിന്ന് കുറേ ആൾക്കാർ ഉണ്ടാക്കി കൊണ്ടുവന്നു. ഇത് പെട്ടെന്നുള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ നമ്മൾ കേരള സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിട്ട് അത് ഒന്ന് എയർ ഫ്രയറിൽ ഹോട്ടാക്കി എടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി ഒന്ന് സംഘടിപ്പിച്ചത്. അതിൻ്റെ ഏറ്റവും മെയിൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് കൂടണം, അത്ര തന്നെ. അതിനുവേണ്ടി ഏത് റിസ്ക്കും ഏറ്റെടുക്കും. അല്ല, എന്തൊക്കെ ഫുഡാണ് ഞങ്ങളെല്ലാവരും കൂടി കൊണ്ടുവന്നതെന്ന് അറിയണ്ടേ? ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ പെട്ടെന്നുണ്ടായ തീരുമാനമായതുകൊണ്ട് അവരവരുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സ് ആണെങ്കിൽ ഉണ്ടാക്കുക, അതല്ല വാങ്ങാൻ പറ്റുന്നതാണ് അങ്ങനെയൊക്കെ കൂടി ഒപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി നടത്തിയത്. എന്താണല്ലേ, സമോസ ഉണ്ട്, കട്ട്ലറ്റ് ഉണ്ട്, കേക്ക് ഉണ്ട്, ഫ്രൂട്ട് ജ്യൂസ് ഉണ്ട്, പിന്നെ എഗ് പഫ്സ്, ഉന്നക്കായ കുറെ ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താ, പാൽച്ചായ. എനിക്ക് പാൽച്ചായ അങ്ങനെ ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ ഫ്രൂട്ട് ജ്യൂസിൽ ഒതുക്കി. ഇന്നത്തെ പരിപാടി ഇത്ര എസ്തെറ്റിക്കായി സെറ്റ് ചെയ്ത സജനയ്ക്ക് 1000 അഭിനന്ദനങ്ങൾ. ആദ്യം വന്നേ ഇതെല്ലാം വാങ്ങിക്കും. എന്നിട്ട് ഒരു മാസം കഴിയുമ്പോഴേ വണ്ണം മധുര ഇല്ലേ, ഡോണറ്റ് എല്ലാം വെറുതെ കഴിക്കില്ല, എന്തെല്ലോ തിന്ന കൂടി. പാത്രം എടുത്ത് വയ്ക്കാം.
എന്റെ കൊച്ചിന് എന്തോ പറ്റി. എന്റെ ലഞ്ച് ബോക്സ് അത് കാക്കുവിന്റെ ലഞ്ച് ബോക്സ്. ഈ ഒരു വൈബ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഞങ്ങൾക്ക് തോന്നിയതൊക്കെ സംസാരിക്കുന്നതാണ്. ഈ ഒരു ഷോട്ട് നല്ല ഭംഗിയില്ലേ? ഐഷ് എന്താലേ എൻ്റെ ഒരു കഴിവ്. ആദ്യം തുടങ്ങി. എല്ലാവരും കൂടിയുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ ചായ, സ്നാക്സ് എല്ലാം റെഡി. ഉദ്ഘാടനങ്ങൾ ഓൾറെഡി കഴിച്ച്. ഉദ്ഘാടനം ഏകദേശം ഇത്രയും സ്നാക്സ് ഞങ്ങൾക്ക് സെറ്റാക്കാൻ വേണ്ടി പറ്റി. ഫോട്ടോ ഇഷ്ടമല്ലോ ഇങ്ങനെ എടുക്കാൻ വേണ്ടി പറഞ്ഞു ഉണ്ടാക്കി. ശരി. ഓഹോ കേക്ക് വേണോ? അത് സമൂസ. നീ ചായ പബ്സുണ്ടാക്കിയ ഷെഫീഖിനും ഫാമിലിക്കും ഇംഗ്ലണ്ട് ഫാൻസിന്റെ 1000. അല്ല നേരത്തെ ബ്രസീലിനൊക്കെ പറഞ്ഞിരുന്നല്ലോ. ഒരാഴ്ച മുന്നേ 6-ാം തീയതി അന്ന് ചോദിക്കണായിരുന്നു. സത്യത്തിൽ നിങ്ങൾ ബ്രസീലിനെന്താ കളിച്ചില്ല. ബിരിയാണി ചോദിക്കാം അങ്ങോട്ട്. ബ്രസീലിനെന്താ പറ്റിയത്? അവര് ടൂർ വന്നതാണ്. അമേരിക്ക ഒന്ന് കാണാലോ. മത്സരം ഉള്ളതുകൊണ്ട് അവര് റിട്ടേൺ പോയതാണ്. 5 പ്രാവശ്യം അടിച്ചൊരു ഒരു ടീമാണ്. ബാക്കിയുള്ളവരും കൂടെ അടിച്ചിട്ടില്ലെങ്കിൽ 25 കൊല്ലായി 25 കൊല്ലായി 5 വർഷം അടിച്ചിട്ട്. വിശക്കൊട്ടായിരിക്കുന്നു. എല്ലാവർക്കും ലാസ്റ്റ് കട്ട്ലറ്റ് വിതരണം ചെയ്തുകൊണ്ട് ജാസിറത്ത ഹൊയ് ഹൊയ് ഹൊയ്. അങ്ങനെ ഫൈനലി നെസ്മിയുടെ പാത്രം കാലിയായിരിക്കുന്നു. നെസ്മി ഒരു പാത്രം കിട്ടാനായിട്ട് ടീ പാർട്ടി വരെ നടത്തി. നമ്മുടെ പെരുന്നാളിന് അന്ന് കൊണ്ടേതാ. ഇനിയിപ്പൊ എങ്ങനെയൊന്ന പാത്രത്തെ പെണ്ണുങ്ങൾ എന്തും സഹിക്കും സ്വന്തം വീട്ടിലെ പാത്രം പോയാൽ. സഹിക്കാൻ കഴിയാത്തൊരു വിഷയമാണ്. ഇന്നലെ ഉണ്ട് വരുമ്പോ അതെടുക്കണേ. ഞാൻ പറഞ്ഞില്ല എന്റെ പാത്രം. വേറെ ചായ ഉണ്ട്. ഈ ഇങ്ങോട്ടേക്ക് ഞാൻ ജസ്റ്റ് നോക്കാം. അങ്ങനെ ഇന്നത്തെ നല്ലൊരു ദിവസം ഇങ്ങനെ അവസാനിക്കുകയാണ്. അപ്പം എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Punch the bell button and please subscribe because we did not want to go low. Come on.